ചേട്ടാ, ഇന്ത്യൻ വ്യോമസേനയുടെ 93ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അത്താഴ വിരുന്നിൽ അവിടെ നൽകിയൊരു മെനുവാണിപ്പോൾ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. എന്താണ് ആ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നത്? ആ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ തകർത്ത പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങളുടെ പേരുകളാണ്. അതാണ് ആ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ മധുര പലഹാരങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള ഡിഷ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ചില പ്രധാനപ്പെട്ടതിൻ്റെ പേര് ഞാൻ വായിക്കാം. ഒന്ന്, റാവൽപിണ്ടി ചിക്കൻ ടിക്ക മസാല. ഈ റാവൽപിണ്ടി വ്യോമസേനാ താവളം ഇന്ത്യ തകർത്ത വ്യോമസേനാ താവളമാണ്. അതുപോലെ തന്നെ റഫീഖി റാരാ മട്ടൻ, അത് അവിടെ വന്നാൽ കഴിക്കാം. അത് റഫീഖി വ്യോമത്താവളം, അതും നമ്മൾ തകർത്തതാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട്. ഫോലരി പനീർ മെത്തി മസാല, അത് ഫോലരി വ്യോമത്താവളമാണ്. പിന്നുള്ളത് സക്കൂർ ഷാം സവേര കോഫ്ത, അത് സക്കൂർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ വ്യോമത്താവളം ഇന്ത്യൻ വ്യോമസേന ബോംബിട്ട് തകർത്തതാണ്. അതുപോലെ സർഗോദ ദാൽ മഖ്നി, അത് സർഗോദ വ്യോമത്താവളമാണ്. ജേക്കബാബാദ്, അത് ജേക്കബാബാദ് വ്യോമത്താവളം. ഇതിനകത്ത് മസൂദ് അസറിൻ്റെ താവളമുണ്ട്. അത് ഭവൽപൂർ നാൻ എന്ന് പറയുന്ന, അത് മസൂദ് അസറിൻ്റെ താവളമായിരുന്നു. അവിടെ നമ്മൾ ബോംബിട്ട് തകർക്കുകയും അയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ലഷ്കറിൻ്റെ താവളമുണ്ട്. ലഷ്കറിൻ്റെ കേന്ദ്രമാണ് നമ്മളീ പറഞ്ഞ മധുരപലഹാരങ്ങളുണ്ടല്ലോ, മധുരപലഹാരങ്ങളുടെ കൂട്ടത്തിലുള്ള അതിലൊന്ന് ലഷ്കറിൻ്റെ താവളമാണ്. മുസറഫാബാദ് കുൽഫി ഫലൂദ, അതാണ് ഈ ലഷ്കറിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ബലാക്കോട്ട് തിറാമിസു മധുരപലഹാരമാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ തരംഗമാണ്. നമ്മൾ ഇന്ത്യൻ വ്യോമസേനയുടെ 93ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച അത്താഴ വിരുന്നാണ്. അത്താഴ വിരുന്നിൽ പാകിസ്ഥാനെ ട്രോളിക്കൊണ്ടാണ്, നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഏഷ്യ കപ്പൊക്കെ നടക്കുന്ന സമയത്തുമൊക്കെ അവിടെ വലിയ യുദ്ധമാണ് ഗ്രൗണ്ടിൽ തന്നെ നടന്നത്. പാകിസ്ഥാൻ താരങ്ങൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ വിമാനങ്ങൾ, അതായത് ഈ വിമാനം വെടിവെച്ചിട്ടു എന്നാണ് ഇവർ പറയുന്നത്. പാകിസ്ഥാൻ നമ്മുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. പക്ഷെ നമ്മുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ഇതിന് തെളിവ് വേണ്ടേ? ചുമ്മാ പറയാൻ പറ്റൂ? അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഒരു രാജ്യത്തെ, നമ്മുടെ രാജ്യത്ത് നിന്ന് ചെന്നിട്ടുള്ള വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ ആ രാജ്യം തെളിവ് കാണിക്കണ്ടേ? പാകിസ്ഥാൻ തെളിവ് കാണിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയിടുന്നത് എടുത്ത് വെച്ച് നോക്കുക, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് ഈ പാവങ്ങൾ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്ത്യൻ താരങ്ങളെ നോക്കിയിട്ട് വെടിവെച്ചിരുന്ന് കാണിക്കുക, കാണികളെ നോക്കിയിട്ട് നമ്മുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ട് ആക്ഷൻ കാണിക്കുക. തിരികെ നമ്മുടെ താരങ്ങളും, ഇപ്പോൾ ബുംറയൊക്കെ പിന്നെ ഔട്ടാക്കിയതിന് ശേഷം, പാകിസ്ഥാൻ താരത്തെ ഔട്ടാക്കിയതിന് ശേഷം വിമാനം വെടിവെച്ചിട്ട് ആക്ഷൻ കാണിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തമ്മിലുള്ള യുദ്ധം, ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്കെന്താ പറയുന്ന ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പോലെ ഓപ്പറേഷൻ കിച്ചൺ എന്ന് നമുക്ക് വേണ്ടി പറയേണ്ടി വരും. അതുപോലെ എല്ലാ അർത്ഥത്തിലും ആ യുദ്ധം എല്ലാ ഇടങ്ങളിലേക്കും ചെല്ലുന്നു. യഥാർത്ഥത്തിൽ കാശ്മീരിലെ നമ്മുടെ സിവിലിയൻസിനെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ഭീകരർ വെടിവെച്ചു കൊല്ലുകയാണ്. ആ അറ്റാക്കിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. സ്വാഭാവികമല്ലേ? ഒരു രാജ്യത്തെ പൗരന്മാരെ മറ്റൊരു രാജ്യത്ത് നിന്നുള്ള ആളുകൾ കടന്നു വന്ന് ആക്രമിക്കുമ്പോൾ ആരാണോ ആക്രമിച്ചത് അവരെ ചെന്ന് പൂച്ചണ്ട് കൊടുക്കാൻ പറ്റൂ? ഇല്ല, അങ്ങനെ ആരും ചെയ്യത്തില്ലല്ലോ. ആ രാജ്യത്തിൻ്റെ, അതായത് എല്ലാ കാലത്തും നമുക്കെതിരെ അപകടകരമായ രീതിയിൽ ആക്രമണത്തിന് തുനിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം നമ്മൾ അങ്ങോട്ട് വളരെ സംയമനം പാലിച്ചാലും അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട്, നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടന്നത് എങ്ങനെയാണ്? കാർഗിൽ യുദ്ധം നടന്നത് തന്നെ ഇവർ ഈ ആട്ടിടയന്മാർ അവിടെ കയറി ചെല്ലുമ്പോഴാണ് കാണുന്നത് പട്ടാളം ബങ്കറുകൾ നിർമ്മിക്കുക. അതായത് നമ്മുടെ പ്രദേശത്തേക്ക് കയറുകയാണ് അവർ. നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു കയറി പാകിസ്ഥാൻ പട്ടാളം അത് പിടിച്ചടക്കി അവരുടെ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഈ ആട്ടിടയന്മാർ വന്ന് ഇന്ത്യൻ ക്യാമ്പിലേക്ക്, ഇന്ത്യൻ സേനാ ക്യാമ്പിലേക്ക് വന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചടിക്കുന്നത്. അന്ന് നമ്മൾ വിജയിച്ചു. അതെ, ലോകത്തിലെ തന്നെ ഏറ്റവും ദുഷ്കരമായ യുദ്ധങ്ങളിലൊന്നായിരുന്നു അത്. കാരണം അവരുയരത്തിലും നമ്മൾ താഴെയുമാണ്. ഒരിക്കലും ഈ താഴെ നിന്ന് യുദ്ധം ചെയ്യുന്ന ആളിന് വിജയിക്കുക, കാരണം മുകളിൽ നിന്ന് കല്ലെറിയുന്ന ഒരാളാണല്ലോ എളുപ്പം വിജയിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കല്ലെറിയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാന്
നമ്മുടെ വ്യോമസേനയിലെ ആളുകൾ കൊടുത്ത കൃത്യമായ മറുപടി, മധുരപലഹാരങ്ങളും എല്ലാം നമ്മൾ ആക്രമിച്ച ഇടങ്ങളുടെ പേരുകൾ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വലിയൊരു ട്രോളാണ് ഇത്. അതെ, വലിയ ട്രോളാണ് പിന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉള്ളത്. കാരണം ഇതെല്ലാം ഈ റാവൽപിണ്ടി ആയാലും റഫീഖി പിന്നെ വ്യോമത്താവളമായാലും ഇതെല്ലാം നമ്മൾ ആക്രമിച്ചിട്ടുള്ള ഇടങ്ങളാണ്. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും, നമ്മളെവിടെയൊക്കെ ആക്രമിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പാകിസ്ഥാനെ സംബന്ധിച്ച് അതുകൊണ്ടാണല്ലോ അവിടെ നമ്മൾ ആക്രമിച്ചതുകൊണ്ടാണല്ലോ ഈ മസൂദ് അസറിൻ്റെ ആളുകൾക്കുൾപ്പെടെ അവിടെ വെല്ലുവിളിക്കേണ്ടി വന്നത്. ഇന്ത്യയെ തകർക്കും, ഞങ്ങളുടെ ഇത്ര ആളുകളെ കൊന്നു എന്ന് അയാൾ പറയണമെങ്കിൽ നമ്മളവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണല്ലോ. വെറുതെ ഒരാൾ വന്ന് പറയൂ, സ്വപ്നം കണ്ടിട്ട് പിറ്റേന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യ വന്ന് ആക്രമിച്ചു, ഞങ്ങളുടെ ആളുകളെല്ലാം കൊന്നു, ഞാൻ പിറ്റേന്ന് പോലെ അവിടെ തിരിച്ചടിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നമ്മുടെ രാജ്യത്തെ ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും അവിടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സ്വദേശികളായിട്ടുള്ള ആളുകൾ, വിദേശികളല്ല സ്വദേശികളായിട്ടുള്ള, പണ്ട് നമ്മൾ പോകാൻ മടിച്ചിരുന്ന ഒരു സ്ഥലമാണ്, അവിടേക്ക് വിനോദസഞ്ചാരികൾ എന്ന നിലയ്ക്ക് എത്തുകയും ചെയ്യുമ്പോൾ അത് ആ പ്രദേശത്തിന് സാമ്പത്തികമായി വലിയ ഉണർവാണ്. കാരണം പിന്നെ ടൂറിസമാണ് അവർക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മാർഗം. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്താണ് അതില്ലാതാക്കുക, ഒരു സ്ഥലത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികമായ വളർച്ച ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട യുദ്ധം. ആയുധമെടുത്ത് യുദ്ധം ചെയ്യാതെ തന്നെ ഒരു സാമ്പത്തികമായി ആ രാജ്യത്തെ തകർക്കുക. അപ്പോൾ കാശ്മീരിലേക്ക് പിന്നെ ആരും കടന്നു വരാതിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അവരെ അവിടെ നമ്മുടെ പൗരന്മാരെ കൊന്നത്. അപ്പോൾ നമ്മളനുഭവിച്ച വേദനയുണ്ട്. നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ വിധവകളായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്. നമ്മളെ സംബന്ധിച്ച് സിന്ദൂരം ഭാരതത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടുന്നു. പക്ഷെ പാകിസ്ഥാൻ അതിപ്പോഴും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചടിച്ചു, ഞങ്ങൾ ജയിച്ചു. ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുണ്ട്, ഒരു ഖാജ, ആസിഫ് ഖാജ എന്നാണ് അയാളുടെ പേര്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഗീർവാണമൊക്കെ അടിക്കും, ഞങ്ങൾ തകർക്കും, ഞങ്ങൾ ഇനി ഇന്ത്യ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ തയ്യാറാണ്. പട്ടിണിയാണ് അവിടെ, രാജ്യത്തെ ജനങ്ങൾക്ക് അവിടെ ആഹാരം കഴിക്കാനില്ല. അതുപോലെ സാമ്പത്തികമായി സ്ഥിതി വളരെ മോശമാണ്. നോക്കൂ, നമ്മൾ ഒരേ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. നമ്മളൊന്നായിരുന്നു, പിന്നീട് രണ്ടായി വിഭജിക്കപ്പെട്ടു. അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം. നമ്മളെവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിക്കറ്റ് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ, പാകിസ്ഥാനിലെ താരങ്ങൾ, ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള താരങ്ങളുണ്ടായിരുന്നു. അവർ നമ്മളെ അവർ ബോളേഴ്സായാലും ബാറ്റർമാർ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ബോളർമാർ, അവർ കാണുമ്പോൾ തന്നെ പേടിയാണ്, അവർ പന്തെറിയാൻ വരുമ്പോൾ തന്നെ. പക്ഷേ ഇന്ന് ആ ക്രിക്കറ്റിൻ്റെ അവസ്ഥ എന്താ? കാരണം സാമ്പത്തികമായി അവർ തകർന്നു പോയി. ഇന്ത്യയുമായി ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരം അവർക്കില്ല. ഇന്ത്യയുമായി ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന് സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നത്. ആ നേട്ടം ഉണ്ടാകാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കില്ല, മനസ്സിലായി? അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ തകർച്ച നേരിടുന്ന ഒരു രാജ്യം. അവരിപ്പം അവിടെ നിന്നിട്ട് പറയും ഞങ്ങൾക്ക് ആണവായുധമുണ്ട്, അതൊക്കെ എടുത്ത് ഞങ്ങൾ പ്രയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടും. അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ കയറി പിന്നെ ഒരു രാജ്യത്തെ അങ്ങനെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാനും പാടില്ല. നമുക്കെതിരെ ഇങ്ങോട്ട് ഈ യുദ്ധം ബാധിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണല്ലോ. അല്ല, നമ്മൾ ചെയ്തത്, അവർ ചെയ്തത് എന്താ? നമ്മളെ പൗരന്മാരെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ ചെയ്തത് കൃത്യമായി ആരാണോ ഇങ്ങോട്ട് വന്നത് ആ വ്യോമത്താവളങ്ങളും ഭീകര കേന്ദ്രങ്ങളും തകർക്കുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മളവിടുത്തെ പൗരന്മാരെ, സിവിലിയൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലല്ല നമ്മൾ അറ്റാക്ക് നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഭീകര താവളങ്ങൾ ഇല്ലാതാക്കുക, അതുപോലെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുക, അതാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇന്ന് ബോംബിടുക അല്ലെങ്കിൽ അവരെ കൊല്ലുക ഇന്ത്യ ഒരു കാലത്തും അങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ടൂറിസം സെൻറ്ററിൽ ചെന്നിട്ട് ഇവിടുന്ന് കുറേ ആളുകൾ ചെന്നിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളാരെയും അങ്ങനെ കൊല്ലാൻ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ, ഭീതിയുള്ള ആളുകളാണ് ചെയ്യുന്നത്, ധൈര്യത്തോടെ വന്ന് ചെയ്യുന്നതല്ല. അപ്പം നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകളെ
ഇപ്പോൾ ക്രിക്കറ്റിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കൈ കൊടുക്കാൻ വിസമ്മതിച്ചു, നമ്മുടെ ട്രോഫി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജയിച്ചു ഏഷ്യ കപ്പ്, ആ ട്രോഫി തരാതെ ഈ പുള്ളി എടുത്തുകൊണ്ട് പോയി, അതും തരുന്നില്ല. മനസ്സിലായി? അപ്പോൾ അത്രയും യഥാർത്ഥത്തിൽ അതിനകത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഈ ട്രോഫി അദ്ദേഹം പറയുന്നത് ഞാൻ തന്നെ തരും എന്നാണ്. അപ്പം നമ്മൾ പറയുന്നത് ഇയാൾ തരണ്ട, ഞങ്ങൾക്ക് ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട. അല്ലല്ല, പറ്റത്തില്ല, ഞാൻ തന്നെ തരും, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, നിങ്ങൾ എൻ്റെ ഓഫീസിൽ വന്ന് വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു പാകിസ്ഥാനിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കളിച്ച് ജയിച്ച ട്രോഫി വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അയാളത് കേൾക്കണം. നാണക്കേടല്ലേ? അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ട്രോഫി വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ തരുമെന്ന് പറയുന്നത് തന്നെ അയാൾക്കല്ലേ നാണക്കേട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, അല്ലേ ഞാൻ തരാം, വേണ്ട, നീയുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല, നീ എനിക്ക് ഭക്ഷണം വാങ്ങിച്ച് തരണ്ട. നമുക്ക് അവകാശപ്പെട്ടതാണ്, നമുക്ക് അർഹതപ്പെട്ട ട്രോഫിയാണ്, നമ്മൾ കളിച്ച് ജയിച്ച് നേടിയ ട്രോഫിയാണ്. ഈ ട്രോഫിയാണ് ഒളിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് അവന്മാരുടെ അടുത്ത് പറഞ്ഞ് ഇത് നമ്മൾ കൈവച്ചോ, എന്തായാലും നമ്മൾ തോറ്റുപോയി, നിങ്ങളിത് കണ്ടോ, നമുക്ക് ഇതിനകത്തൊക്കെ ഇത് നമ്മുടെ കയ്യിലിരിക്കേണ്ടതാണ്. അവർക്ക് അന്ന് കളി ജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ രീതിയിലുള്ള പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനെ ഈ ട്രോളെന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയെ നമ്മളതിന് സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിലൊരു ട്രോള് അവർ ട്രോൾ ചെയ്യുന്ന പോലെയല്ല നമ്മൾ, അതായത് ഈ ട്രോളിലൂടെയും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ ഈ കേന്ദ്രങ്ങളെല്ലാം തകർത്തതാണ്, ഈ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്, ഈ തകർത്ത് തരിപ്പണമാക്കിയ കേന്ദ്രങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായ മറുപടിയാണ്. അല്ലാതെ നിങ്ങളെ വിമാനം താണ്ടെ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ആക്ഷൻ കാണിച്ചുകൊണ്ട് നടക്കുകയല്ല. നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. എയർഫോഴ്സിന് വലിയ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ശരി.